അഗ്നിദേവനാണ് വേണുചേട്ടൻ പിന്നീട് സംവിധാനം ചെയ്ത ചിത്രം. ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആ സിനിമയിലെന്നല്ല, പിന്നീട് വേണുചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. വേണുചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാനും സാധിച്ചില്ല. ആ സിനിമ ഒരു പത്രമാധ്യമത്തിൻ്റെ ബേസിലുള്ള കഥയായിരുന്നു. ആ സിനിമ നല്ല രീതിയിൽ ഓടിയ ചിത്രമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് നമ്മളെപ്പോഴും മലയാളികൾ ഇന്നും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹം രാധാകൃഷ്ണനും എം ജി രാധാകൃഷ്ണനും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അതിൻ്റെ സംഗീതം മുഴുവൻ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ. ഇത് ഒരു കവിത പോലെ മനോഹരമാണ്. കവിത എങ്ങനെ സംഗീതം ചെയ്യണമെന്ന് നമ്മൾ മലയാളികൾക്ക് കാണിച്ചു തന്ന രണ്ട് പ്രശസ്തരായ സംഗീത സംവിധായകരുണ്ട്. ദേവരാജ മാഷ്, എം പി ശ്രീനിവാസൻ സാറ്. അതുപോലെ തന്നെ അവരുടെ നിരയിലേക്ക് ഉയർന്നു വന്ന ഒരു സംഗീത സംവിധായകൻ ആയിരുന്നു ശ്രീ എം ജി രാധാകൃഷ്ണൻ. അംഗമുരുകും നിന്റെ മെയ്തകിടിൽ ഞാനൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോ, കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമെൻ അഭിലാഷത്താലെന്ന പകരുമ്പോ, തെച്ചിപ്പൊഞ്ചൊപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റിൽ കൊഞ്ചുമ്പോൾ, എന്തിനീ